തമിഴ്നാട്ടിൽ ഞാൻ എപ്പോഴും പറയും, അതായത് നമ്മളെ മടിയന്മാരാക്കുന്ന ഒരു നാടാണ്. അവര് അയൺ ചെയ്യാൻ വന്ന് മേടിച്ചുകൊണ്ട് പോകും, ഇനി ഡ്രൈ ക്ലീൻ ചെയ്യാൻ വന്ന് മേടിച്ചുകൊണ്ട് പോകും. രാവിലെ ആയ ഇളനീര്, പച്ചക്കറി, എന്താ പറയണ്ട, പൂവ് എല്ലാം വീട്ടിന് വെളിയിലെ നമ്മൾ സുഖിയൊന്നും ചെയ്യണ്ട, അവരെ വിൽക്കാൻ പച്ചക്കറി. പിന്നെ കുപ്പയില്ലേ, കുപ്പ എന്ന് പറഞ്ഞ വേസ്റ്റ്, അതൊരു വലിയ പ്രോബ്ലം ആണ് നമ്മുടെ നാട്ടിലെ. വേസ്റ്റ് രാവിലെ എടുക്കാൻ അത് ഒരു പെട്ടി, ഒരു ഓട്ടോ പോലെ ഒരു സാധനമായിട്ട് ഇവർ വരും, എടുത്തോണ്ട് അങ്ങനെ എല്ലാ അങ്ങനെ എല്ലാം കൊണ്ട് നമ്മളെ മടിയന്മാരാക്കുന്ന ഒരു സ്ഥലം ഒരു സ്ഥലമാണ് വേണമെങ്കിൽ പറയാം. പിന്നെ ഇനിയിപ്പോ നമ്മൾ മൊത്തം മടിയന്മാരാണെന്ന് സുഖി ആപ്പും പോലെ അങ്ങനത്തെ ആപ്പൊക്കെ ഉണ്ടല്ലോ. അതെ അതെ. പക്ഷെ ഇവിടെ ഈ പൂ പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ 3 നേരം വരും. പ്രത്യേകിച്ച് ഇളനീര്. നിങ്ങൾ ഇളനീര് കുടിച്ചോ? വരുന്ന വഴി 2-3 പ്രാവശ്യം അവരെ ഇളനീര് കൊണ്ട്, അതായത് നമുക്കേ ഇളനീര് കേരളത്തിൽ നിന്നാ വരുന്നത്, അവരുടെ അടുത്ത് പോയി ഇളനീര് കുടിച്ചാൽ. പക്ഷെ കേരളത്തിൽ നിന്നാ പറഞ്ഞെങ്കിലും പക്ഷെ നമ്മൾ കേരളത്തിൽ നിന്ന് വരുന്നെങ്കിലും ഇപ്പൊ നമ്മൾ തൊടുപുഴ നിൽക്കുവോ, അവിടേക്ക് ഇളനീര് വന്നോ? ഇങ്ങനൊക്കെ പറയല്ലേ, അവിടെ പ്രശ്നമില്ലേ? അതല്ല, പ്രശ്നമൊന്നും ആവില്ല. അതല്ലേ പറഞ്ഞ, വീട്ടിലേക്ക് വരില്ലല്ലോ, ഇവിടെ വീട്ടിലേക്ക് വരണം. അതായത് ഇവിടെ വന്ന് തരുമല്ലോ. അവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇറങ്ങി ഡ്രൈവ് ചെയ്ത് പോയി നമ്മൾ മേടിക്കണം, അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യണം കാര്യങ്ങൾ. സോ ഇവിടെ ഈസി പ്രോസസ് ആണ്. യു ഡോണ്ട് ഹാവ് ടു ഗോ ഔട്ട് ഫോർ ദാറ്റ്. അല്ലേ? എളുപ്പമാണ്. ഈ ശിവാംഗി ആക്ച്വലി ഈ മടിയുടെ കാര്യം പറഞ്ഞോണ്ട് മടിയുള്ള ഒരാളാണ്, ലേസി ആണോ? അയ്യോ, ലേസി ഈസ് ഈക്വൽ ടു ശിവാംഗി ആണോ? സത്യം. പക്ഷെ എന്താണെന്നറിയോ, എന്തെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലി അങ്ങനെ ഊരിന് മുമ്പ് ഞാൻ എഴുന്നേക്കുള്ളൂ, നാട്ടിന് മുമ്പ് ഞാൻ എഴുന്നേക്കും. ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ആദ്യം എണീറ്റ് ഞാൻ തന്നെ പോകും. അമ്മ തന്നെ കഷ്ടപ്പെട്ട എഴുന്നേക്കണ്ടേ, അപ്പൊ ഞാൻ എഴുന്നേറ്റ് അമ്മ ബായ് എങ്ങനെ പറഞ്ഞ് ഞാൻ പോകും. ഇപ്പൊ ഒരു ഷൂട്ടിങ്, ഒരു റെക്കോർഡിങ് എന്തെങ്കിലും ഞാൻ എടുക്കാൻ പോവാ, അങ്ങനെ എന്നാ എനിക്ക് മുമ്പ്, എല്ലാവർക്കും മുമ്പ് ഞാൻ എഴുന്നേറ്റോ. പക്ഷേ എനിക്ക് ഒരു പണിയില്ലെങ്കിൽ എന്നെ അടിച്ചുകൂടെ ആരും എഴുപ്പിയാലും ഞാൻ എണീക്കത്തില്ല. യൂഷ്വലി എത്ര മണിക്കായിരിക്കും എണീക്കാറ്? അതായത് ഒരു നോർമൽ ഡേ, വലിയ വർക്ക് ഒന്നും ഇല്ലാന്ന് വെച്ചോ, അത് അമ്മയൊക്കെ രാവിലെ എണീറ്റു, എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു, ഇതേപോലെ അവള് കണ്ടിട്ടില്ല. അവള് 11:30 എഴുന്നേക്കും. ഞാൻ രാവിലെ 7 മണിക്കുന്ന ഒരു സമയം ഉണ്ടെങ്കിൽ ഞാൻ എഴുന്നേക്കും, എണീറ്റിരിക്കും. ഷുവറാണ്? 9 മണി? ഇല്ല 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 ഇല്ല, ഇന്ന് 9 മണിക്ക് എഴുന്നേറ്റാ ഞാൻ വാച്ച് നോക്കി. അപ്പൊ ശിവാംഗി ഉറങ്ങുന്നില്ല, പിന്നെ എങ്ങനെ അറിഞ്ഞു? അയ്യോ, ഇത് നുണ. ആദ്യം ക്ലിയർ ചെയ്യട്ടെ, ഒരിക്കലുമില്ല. ഞാൻ നിന്നെ ഒന്ന് എഴുന്നേപ്പിച്ചത് 9 മണിക്കാണോ? ശരി, അമ്മ 7 മണിക്ക് എഴുന്നേക്കും, ഞാൻ ഒന്ന് ഒരു 9 മണിക്ക് എഴുന്നേക്കും. യൂഷ്വലിയാ? 11:30 12. പക്ഷെ അതേ ആളെ എനിക്കൊന്നും ഒരു 6 മണി ഒരു സ്പോട്ടിലിരിക്കണം, ഷൂട്ടിലിരിക്കണമെങ്കിൽ ഞാൻ എഴുന്നേക്കും. അപ്പൊ കിടക്കുന്ന ടൈമോ? നൈറ്റ് 2-3 മണിയൊക്കെ ആയിരിക്കും. 3 മണി? ചില സമയം ഷൂട്ടിനല്ല, ഞാൻ ഒന്ന് 3 മണിക്ക് ഇറങ്ങിയിട്ട് അങ്ങനെ 6 മണിക്കെല്ലാം എഴുന്നേറ്റിട്ടുണ്ട്. എന്തൊരു കൃത്യനിഷ്ഠ, ഡിസിപ്ലിൻ ലൈഫില്. കുട്ടികളെ നിങ്ങൾ ഇതൊന്നും ആര് പഠിക്കാനേ പോല, ഞാൻ അങ്ങനെ ആയിപ്പോയി. അതെ, ഞാൻ വന്നപ്പോഴേ മിനി ചേച്ചി പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. അത് ഇപ്പോഴത്തെ പിള്ളേരെന്ന് പറയുമ്പോൾ നൈറ്റ് കിടക്കുന്നത് ഭയങ്കര ലേറ്റ് ആണ്, രാവിലെ എണീക്കുന്ന ഉച്ചക്കാണ്. എന്നല്ലേ കുട്ടികളുടെ എല്ലാം ഇപ്പോഴത്തെ ഈ മൊബൈലാന്നേ കാര്യം. എല്ലാരും മൊബൈൽ എടുത്ത് അറിയോ, നൈറ്റ് 1 മണിക്ക് 1:30 മണിക്കില്ല റീൽസ് അയക്കും. റീൽസ് അതും എന്താ റീൽസ്? 5 വർഷം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന കല്യാണത്തിന് അത് കഴിഞ്ഞിട്ട് വീട് ആൾറെഡി കെട്ടി കഴിഞ്ഞോ, അടുത്ത വീടിന്റെ കാര്യമെല്ലാം 5 വർഷം കഴിഞ്ഞ് നിന്റെ കല്യാണം ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു 5 വർഷത്തിന് മുമ്പേ. ഒരു 3 വർഷത്തിനുള്ളിൽ കെട്ടി. പിന്നെ ആളിന് എവിടെ പോയി? ഞാന് അതാ, ആൾ 5 വർഷം കഴിഞ്ഞേ വരുള്ളൂ എന്ന് ആര് പറഞ്ഞു? ആളെപ്പോ വേണേലും വരും. ഇപ്പൊ എന്തോ പറഞ്ഞല്ലോ, ഇവിടെ ഒരാള് നിന്നപ്പോ ആളെടുക്കാന്ന് ചോദിച്ചു. വന്ന ഉടനെ ചേട്ടൻ സുന്ദരനായിരിക്കണല്ലോ, കല്യാണം കഴിഞ്ഞോ, ആളുണ്ടോ എന്നൊക്കെ ചോദിച്ചു അല്ലേ? അത് ചുമ്മാ അങ്ങനെ ചോദിക്കുന്നു. ചുമ്മാ ചുമ്മാ ഇങ്ങനെ അന്വേഷിക്കും. എന്റെ ഫ്രണ്ട്സിന് ആരെങ്കിലും പറഞ്ഞു വിടാലോ. അങ്ങനെ അപ്പൊ ഒരു 5 years ഗ്യാപ്പ് അല്ല, 3 years. ഇതെന്താ 2025 വരാൻ പോവാ. 27 ഒരു 3 to 4 years. ഓക്കെ. അപ്പൊ ഒരു ഡ്രീം, ഒരു കോൺസെപ്റ്റ് ഉണ്ടോ? ലൈക്ക്
എന്നോട് എന്താ പയ്യ വന്ന് ഇങ്ങനെ വേണം ആറ് ഇപ്പോലെ നല്ല പയ്യൻ കിട്ടുന്നതേ വന്നു ഒരു വലിയ വിഷയം എന്റെ ജനറേഷനിൽ. ഇതില് ഞാൻ ഒന്ന് കണ്ടീഷനിലായിട്ടാ ഇരിക്കുന്ന ആളെ എന്നെ വിട്ടിട്ട് പോകും. അതെ എന്തിനാ ഇപ്പൊ ചേട്ടന് എത്ര വയസ്സായി? എത്ര ഉണ്ടാവും? ഒരു 35. അയ്യോ അത്ര ഇല്ല, ഓൾമോസ്റ്റ് വെച്ചോ. ഇരിക്കട്ടെ, ഒരു വെയിറ്റ് ഇരിക്കട്ടെ. 35. ചേട്ടന്റെ ജനറേഷന്റെ ഒരു ലവ് അങ്ങനെയാ. ചേട്ടൻ തന്നെ പെണ്ണിന്റെ പുറകിൽ പോയി, ചേട്ടൻ തന്നെ ലവ് ലെറ്റർ എഴുതി, ആ പെണ്ണിനെ എങ്ങനെയെങ്കിലും ഇംപ്രസ് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ട് ആ പെണ്ണിനെ എങ്ങനെയെങ്കിലും പ്രൊട്ടക്റ്റീവോടെ ഇരിക്കുന്നത് അല്ല ഇത്. പക്ഷെ ഈ ജനറേഷൻ അങ്ങനെയല്ല. ഞങ്ങളാണ് പയ്യന്റെ പുറകിൽ പോയി, ഞങ്ങളാണ് മുട്ടുകുത്തി നിന്ന് പ്രപ്പോസ് ചെയ്ത്, ഞങ്ങളാണ് ആ പയ്യനെ നോക്കി, ആ പയ്യൻ ചോദിച്ചിട്ട് ഞങ്ങളാ വരണ്ടേ. ரொம்ப കഷ്ടപ്പെട്ട് ഇതൊക്കെ ചെയ്യുന്നത് നിങ്ങളാണ് പറയുന്നത്. അപ്പോ അങ്ങനെ പാവപ്പെട്ട ജനറേഷനിലെ ഞാൻ എങ്ങനെ ഒരു പയ്യൻ ഇങ്ങനെയൊക്കെ ഇരിക്കണം, ഞാൻ എങ്ങനെ ആലോചിക്കണം. അങ്ങനെയും മീറി ആ പയ്യൻ ഇങ്ങനെയൊക്കെ വന്നാ ആ ദൈവത്തിന്റെ അനുഗ്രഹം എനിക്ക് നിറയെ ഉണ്ടെന്നർത്ഥം. അതാവട്ടെ, അങ്ങനെ തന്നെ ആവട്ടെ. അപ്പൊ ഇനി അടുത്ത വരവ് മറ്റേ കല്യാണത്തിന്റെ ഇന്റർവ്യൂ എടുക്കാൻ വരാം, മാരേജ്. അതെങ്ങനെയുണ്ട് വിളിച്ചേച്ചി? അത് അടിപൊളിയാകല്ലേ? അന്നേരം പറയണം, ഞങ്ങൾ ഈ 3 വർഷം മുമ്പ് ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ അതുപോലെ തന്നെ കണ്ടീഷൻ എല്ലാം ഉള്ള ഒരാളെ കിട്ടി എന്ന് പറയാലോ. ഗുഡ് ഐഡിയ, റൈറ്റ്? എന്റെ ദൈവമേ, നീ മുട്ടുകുത്തി പ്രപ്പോസ് ചെയ്യണൊക്കെ ഞാനൊരു ആലോചിച്ചു നോക്കിയേ. ഞാൻ അങ്ങനെ ചെയ്യില്ല. എന്താണെന്നറിയോ, അങ്ങനെ നമ്മളെല്ലാം ചെയ്യും. എന്നിട്ട് ഇവരെല്ലാം എന്ത് ചെയ്യും? നമ്മളെ തേച്ചിട്ട് പോകും. മലയാളം അറിയില്ലാത്ത ആള് തേച്ചിട്ട് പോകും. അമ്മാണ് പറഞ്ഞ അമ്മാണ് അടിക്കടി യൂസ് ചെയ്യുന്നത്. എന്ത് പറയുമ്പോഴാ യൂസ് ചെയ്യുന്ന അമ്മ? അമ്മാനെ നിറയെ തേച്ചിട്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇവളുടെ കൂടെ ഇന്റർവ്യൂവിന് ഇരുന്നാല് ഒന്ന് എന്റെ മാനം പോവും, മര്യാദ പോവും, എല്ലാം പോവും. ഭയങ്കര റിസ്ക് ആണ് ഇവിടെ കൂടെ. ഞാൻ പറയുന്നത് അമ്മയുടെ പഴയ എനിക്കൊരു കഥയില്ല. കാമുകമാരും എനിക്ക് ആകെ അപ്പ മാത്രം. അപ്പാണ് കാമുക. അത് ഞാൻ പറഞ്ഞില്ലേ. ഞാന് ഈ റീസെന്റ് കാശ് കൊടുത്ത് ഏമാന്ന് പോകുന്നത് അതല്ല, എടീ അവളെന്നെ തേച്ചിട്ട് പോയടി അങ്ങനെയെന്ന് പറഞ്ഞിട്ടാ വിഷയം ഉണ്ട്. ശരിയാ. അതുപോലെ പല ആൾക്കാരെ ഇങ്ങനെ ചേച്ചി പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് എപ്പോഴും എവിടെ വെച്ചോ ഇങ്ങനെ, അതായത് നിങ്ങൾക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഷണ്ട കറക്റ്റ് അല്ലേ? ആ വിഷയത്തില് ഞാൻ ഒത്തുക്കില്ല. എന്തിനാ ഒത്തുക്കവയില്ലെന്ന് പറഞ്ഞാൽ അവർക്കറിയാം മലയാളീസിന് എല്ലാ ഭാഷയും അറിയാം. ശരി. അപ്പൊ എന്താ അത് ഞാൻ ഒന്ന് യോജിപ്പില്ല. എന്തിനാ ഒരു പ്രണയം ഒരു കാമുകന്നാ സൺഡേ ഇടണം, അപ്പോഴാ ലവ് ഇനി ഡീപ്പ് ആവും. ലവ് ഉണ്ടെങ്കിലേ സൺഡേ ഇടുള്ളൂ. സൺഡേ ഇടാതെ അങ്ങനെ അതിന് പേരാണ് ഫേക്ക് ആക്ടിങ്, ആർട്ടിഫിഷ്യൽ. സൺഡേ ഇട്ട് അപ്പഴാണ് ലവ് ഡീപ്പായി, പിന്നെ തിരിച്ചൊരു സൺഡേ ഇട്ട് പിന്നെ ഡീപ്പായി. ഇതല്ലേ அதுக்கப்புறம் யோசிக்கும் போது இந்த லவ்வோட ஸ்ட்ரெngth வந்து ரொம்ப ஜாஸ்தியாகும். எப்படி இருக்கு என்னோட தமிழ்?